വെൽക്കം ബാക്ക് ടു അറബി അക്കാദമി. നമ്മൾ ഇന്ന് വളരെ ചെറിയൊരു പാഠം യൂണിറ്റ് 3-ലെ ഡൽഹൌസി പ്രഭു ആൻഡ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഡൽഹൌസി പ്രഭു ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നയരീതിയാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. വീഴ്ചയുടെ സിദ്ധാന്തം എന്നാണ് അതിൻ്റെ മലയാളം പറയാം. ഈ വേർഡ് നോട്ട് ചെയ്ത് വെക്കണം, ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഇതാണ് പരീക്ഷയ്ക്ക് വരുന്ന വേർഡ്, അതാണ്. ഇപ്പോൾ ഡൽഹൌസിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. നമുക്കതിന് ആമുഖം എന്ന് പറയാം. 1848 മുതൽ 1856 വരെയുള്ള ഗവർണർ ജനറൽ ആയിരുന്നു ഡൽഹൌസി പ്രഭു. ഈ വർഷം അത്രയേറെ ഓർമ്മയിലുണ്ടാക്കണമെന്നില്ല, പക്ഷെ ജസ്റ്റ് ഒരു ഐഡിയ വേണം, ഏത് സമയത്തായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത് എന്നൊരു ധാരണ വേണം. അപ്പോൾ നമുക്ക് ബാക്കി ചരിത്രങ്ങൾ പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് കിട്ടുള്ളൂ. 1859 വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു കൂട്ടിച്ചേർക്കൽ സമ്പ്രദായമായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. ഒരു രാജ്യം കമ്പനിയോട് ചേർക്കുന്ന നയമായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഇത് 1859 വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയാം. ഈ സിദ്ധാന്തം അനുസരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ പരോക്ഷ നിയന്ത്രണത്തിലുള്ള ഏതൊരു നാട്ടുരാജ്യവും, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ പരോക്ഷ നിയന്ത്രണം, നേരിട്ടല്ല നിയന്ത്രണമുണ്ട്, അങ്ങനെയുള്ള ഏതു നാട്ടുരാജ്യവും അതിൻ്റെ ഭരണാധികാരി നിയമപരമായ അനന്തരാവകാശി ഇല്ലാത്തവനാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ മക്കളോ ചെറുമക്കളോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആ രാജ്യം കമ്പനിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ദാറ്റ്സ് ഓൾ. അതിനെയാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. കണ്ടോ, സംഭവത്രേ ഉള്ളൂ. കമ്പനിയുടെ നേരിട്ടുള്ള കീഴിലുള്ള ഒരു നാട്ടുരാജ്യം അല്ലെങ്കിൽ പരോക്ഷ നിയന്ത്രണത്തിലുള്ള ഒരു നാട്ടുരാജ്യം, ആ നാട്ടുരാജ്യത്തിലെ ഭരണാധികാരിക്ക് നിയമപരമായ അനന്തരാവകാശി ഇല്ലെങ്കിൽ, അഥവാ മക്കളോ ചെറുമക്കളോ അങ്ങനെ ആരും ഇല്ലെങ്കിൽ, ആ രാജ്യം കമ്പനിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. എത്ര സിമ്പിളാ. തന്റെ ലാപ്സ് സിദ്ധാന്തം ഉപയോഗിച്ച് പുരുഷ അവകാശമില്ലാതെ മരിച്ച ഇന്ത്യൻ ഭരണാധികാരികളുടെ പ്രദേശങ്ങൾ ഡൽഹൌസി പിടിച്ചെടുത്തു. കണ്ട, പുരുഷാധികാരികളില്ല എന്ന് പറഞ്ഞാൽ പെൺമക്കൾക്ക് ഇവിടെ അധികാരം കൊടുത്തിട്ടില്ല. അപ്പൊ ഒരാൾക്ക് ഒരു ആൺമകൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ രാജ്യം കമ്പനിയിലാണ്. കമ്പനിക്ക് ഇളവുകൾ നൽകാൻ ഇന്ത്യൻ ഭരണാധികാരികൾ നിരന്തരം കമ്പനിയോട് ഇളവുകൾ കൊടുക്കാൻ, ഈ വിഷയത്തിൽ ഇളവുകൾ കൊടുക്കണം, കമ്പനിക്ക് ഇളവുകൾ നൽകാനല്ല, കമ്പനിയോട് ഈ വിഷയത്തിൽ ഇളവുകൾ കൊടുക്കാൻ ഇന്ത്യൻ ഭരണാധികാരികൾ ധാരാളം സമ്മർദ്ദം ചെലുത്തി. എന്നാൽ ഇന്ത്യൻ ഭരണാധികാരികൾക്കിടയിൽ തമ്മിൽ ഭയങ്കര ശത്രുതയാണ്. സ്വാഭാവികമായിട്ട് അവർ ഒരുമിച്ച് നിന്ന് ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാബ്സിനെ എതിർക്കാൻ അവർക്ക് കഴിഞ്ഞതുമില്ല. ഈ കാലയളവിൽ ഇന്ത്യയിൽ സ്വന്തം സൈന്യത്തെ വളർത്താൻ കമ്പനി തീരുമാനിച്ചു. അങ്ങനെ കമ്പനിയുടെ സൈന്യത്തിന്റെ വലിപ്പം ക്രമാനുഗതമായി വർദ്ധിച്ചു. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതു നാട്ടുരാജാവിനും ഭയപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് മാറി. അപ്പൊ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രയേ ഉള്ളൂ. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത് ഏത് കാലം വരെ ഉണ്ടായിരുന്ന സംവിധാനമാണ്. എന്താണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞാൽ? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് നടപ്പിലാക്കിയ വളരെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആരാണ്? ഡൽഹൌസിയാണ്. ഓക്കെ, നമുക്ക് ഡൽഹൌസിയെ പറ്റി, സ്വാഭാവികമായിട്ട് നടപ്പിലാക്കിയ ഒരാൾ ഡൽഹൌസിയാണല്ലോ. അപ്പൊ അദ്ദേഹത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. 1848 മുതൽ 1856 വരെ ഇന്ത്യയിൽ ഗവർണർ ജനറലായി ഭരിച്ചിരുന്ന ഒരാളാണ് ഡൽഹൌസി. 1848 ഗവർണർ ജനറലായി ഡൽഹൌസി പ്രഭു ഇന്ത്യയിലെത്തി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയിൽ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്നതായിരുന്നു. കുറെ കൂടി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ അധികാരമുള്ള കുറെ സ്ഥലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു.
തദ്ദേശീയ ഭരണാധികാരികളുടെ അഴിമതിയും അടിച്ചമർത്തലും നിറഞ്ഞ ഭരണത്തേക്കാൾ, നമ്മുടെ ഇവിടെയുള്ള നാട്ടുരാജാക്കന്മാരുടെ അഴിമതിയും അടിച്ചമർത്തലും നിറഞ്ഞ ഭരണത്തേക്കാൾ വളരെ മികച്ചതാണ് ബ്രിട്ടീഷ് ഭരണം എന്ന് അദ്ദേഹം വിശ്വസിച്ചു, ഡൽഹൌസി. മാത്രമല്ല അദ്ദേഹത്തിന് മറ്റൊരു വിശ്വാസമായിരുന്നു, ഈ തദ്ദേശീയ ഭരണാധികാരികളുടെ മോശം ഭരണം കാരണം ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ കയറ്റുമതി വലിയ പ്രയാസത്തിലാണ് എന്നും അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ നമ്മുടെ കയറ്റുമതി സുഗമമായി നടക്കണമെങ്കിൽ ഈ ഭരണാധികാരികളെ മാറ്റണം. ഈ ഭരണാധികാരികളാണെങ്കിൽ കടുത്ത അഴിമതിയും അടിച്ചമർത്തലുമാണ്. അപ്പൊ അവരെക്കാളും നല്ല ഭരണാധികാരികൾ ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ 1848 സത്താര, ഈ വർഷവും ഈ സ്ഥലവും പ്രധാനമാണ്, 1854 നാഗ്പൂർ, ഝാൻസി തുടങ്ങിയ നിരവധി ചെറിയ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുക എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പണി. ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡൽഹൌസി നടപ്പിലാക്കിയ ആദ്യത്തെ പണി എന്താണ്? 1848 സത്താര, 1854 നാഗ്പൂർ, ഝാൻസി എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. സ്വാഭാവിക അവകാശികളുടെ അഭാവത്തിൽ, നിയമപരമായിട്ട് അവകാശികൾ ഇല്ലെങ്കിൽ, ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ച ആശ്രിത രാഷ്ട്രത്തിൻ്റെയോ സംസ്ഥാനങ്ങളുടെയോ പരമാധികാരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് നിയന്ത്രണമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെയോ സംസ്ഥാനങ്ങളുടെയോ പരമാധികാരം കമ്പനിക്കോ പരമോന്നത അധികാരത്തിനോ ഇല്ലാതാകുമെന്ന് ഈ സിദ്ധാന്തം അർത്ഥമാക്കുന്നു. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇവിടെ പറയുന്ന സംഗതിയിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കമ്പനിക്കോ പരമോന്നത അധികാരത്തിനോ ഇല്ലാതാകുമെന്നല്ല, കമ്പനിക്ക് അധികാരം ലഭിക്കും, ആ രാഷ്ട്രത്തിന് അധികാരം ഇല്ലാതാകും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വാഭാവികമായ അവകാശികൾ ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ഈ രാജ്യത്തിന്റെ അധികാരം കമ്പനിക്ക് കൈമാറ്റപ്പെടുന്നതാണ് എന്നതാണ് ആ സിദ്ധാന്തം. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രധാന കാരണം ഇതായിരുന്നു. അത് വളരെ ശരിയാണ്. അതായത് പെട്ടെന്നുണ്ടായ കാരണം വേറൊന്നാണ്. ആ വെടിയുണ്ടയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ സൈനിക കേന്ദ്രത്തിലുണ്ടായിരുന്ന ആ ഒരു റൂമറൊക്കെയാണ് പെട്ടെന്നുണ്ടായ കാരണം. പക്ഷെ ഒരു കാരണം ഇതാണ്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആയിരുന്നു. അപ്പൊ ഡൽഹൌസി ഈ 3 പ്രദേശങ്ങൾ കീഴടക്കാൻ ഉദ്ദേശിച്ചു അല്ലെ? സത്താരയും നാഗ്പൂറും ഝാൻസിയും അല്ലെ? അതോടൊപ്പം അവധിനെ കീഴടക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. അവധ്, ആ രാഷ്ട്രവും കമ്പനിയുടെ കൂടെ ചേർക്കണം ഈ സിദ്ധാന്ത പ്രകാരം എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ നവാബിന് കുറെ അവകാശികൾ ഉണ്ടായിരുന്നതിനാൽ ഡൽഹൌസിയുടെ ആ സിദ്ധാന്തം അവിടെ പ്രവർത്തിച്ചില്ല. അപ്പൊ പിന്നെ മൂപ്പർ എന്ത് കാട്ടി? അവധ് നവാബിന്റെ ഭരണം മോശമാണ് എന്ന് ഡൽഹൌസി ആരോപിച്ചു. അങ്ങനെ ആ പേരും പറഞ്ഞ് 1856 ആ സംസ്ഥാനം അദ്ദേഹം പിടിച്ചെടുത്തു. അപ്പോൾ 4 സത്താര, നാഗ്പൂർ, ഝാൻസി, അവധ്. സത്താരയും നാഗ്പൂറും ഝാൻസിയും അവകാശികൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിടിച്ചെടുത്തത്. അവധ് പിടിച്ചെടുത്ത് എങ്ങനെ? അവധ് നവാബിന്റെ മരണം മഹാമോശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേപോലെ നിരവധി മുൻ ഭരണാധികാരികളുടെ പദവികൾ, പെൻഷനുകൾ ഇതെല്ലാം ഡൽഹൌസി നിരസിച്ചു. അങ്ങനെ വന്നപ്പോൾ തൽഫലമായി കർണാടകയിലെയും സൂറത്തിലെയും നവാബുകൾക്കും തഞ്ചാവൂർ രാജാവിനും അവരുടെ സ്ഥാനപ്പേരുകൾ നഷ്ടപ്പെട്ടു. ഇതൊക്കെ വലിയ വിഷയമാണ്. രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അവരുടെ സ്ഥാനപ്പേരുകൾ നഷ്ടപ്പെടുക, അതോടുകൂടി ഒരുപാട് ആനുകൂല്യങ്ങൾ പോകും, ഒരുപാട് പൈസ പോകും, ഇതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ മുൻ പേഷ ബാജിറാവു രണ്ടാമന്റെ മകൻ നാനാ സാഹിബിന്റെ ശമ്പളം, പെൻഷൻ ഇതൊക്കെ നിർത്തലാക്കി. ഇതൊന്നും കൊടുക്കൂല എന്ന് പറഞ്ഞു ഡൽഹൌസി. അപ്പോൾ ഡൽഹൌസി എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള സംഗതികൾ നമ്മൾ ഏകദേശം മനസ്സിലാക്കണം. ഒന്നുമില്ല, ഡൽഹൌസി ഭരിച്ച കാലം എപ്പോഴാണ്, ഡൽഹൌസിയുടെ ഒരു വിശ്വാസം എന്തായിരുന്നു, അതേപോലെ തന്നെ ഡൽഹൌസി ഏതൊക്കെ രാജ്യങ്ങളാണ് പിടിച്ചെടുത്തത്, ഏതൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ന് പിടിച്ചെടുത്തു, അതേപോലെ തന്നെ ഡൽഹൌസി മുൻ ഭരണാധികാരികളുടെ പദവികളും പെൻഷനുകളും നിരസിച്ചു, അത് ഏതൊക്കെ രാജ്യങ്ങളുടേതാണ് നിരസിച്ചത്. ഈ പറഞ്ഞ സംഗതികളൊക്കെയാണ് 1857 വിപ്ലവത്തിന്റെ ഒന്നാമത്തെ കാരണം. പെട്ടെന്നുണ്ടായ കാരണം മറ്റൊന്നുണ്ട്. നമുക്കിനി ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അഥവാ വീഴ്ചയുടെ സിദ്ധാന്തം എന്താന്ന് നോക്കാം. നമ്മൾ ഒരു വട്ടം പഠിച്ചതാണ്.
ഡൽഹൌസി വളരെ എനർജറ്റിക് ആയിട്ട് ഈ വിപുലീകരണ തന്ത്രം പിന്തുടർന്നുകൊണ്ടിരുന്നു. തൽഫലമായി ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യം അതിന്റെ പരമാവധി വലിപ്പത്തിലേക്ക് വളരെ പെട്ടെന്ന് വികസിച്ചു. കാരണം ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ സുഖമാണല്ലോ. ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഭരണാധികാരിക്ക് മകനില്ല എന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ കൂട്ടത്തിലേക്ക് വരുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ബ്രിട്ടീഷ് എഴുത്തുകാർ തദ്ദേശീയ ഭരണാധികാരികളെ അക്രമത്തിന്റെയും മോശം ഭരണത്തിന്റെയും പ്രതീകങ്ങളായി ചിത്രീകരിച്ചു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നിർമ്മിക്കലായിരുന്നു. ബ്രിട്ടീഷിലെ എഴുത്തുകാർ നിരന്തരം ഇന്ത്യയിലെ ഭരണാധികാരികൾ മോശം ഭരണത്തിന്റെയും അക്രമത്തിന്റെയും പ്രതീകങ്ങളാണ് എന്ന് ചിത്രീകരിച്ചു. ഈ വികാരം പ്രകടിപ്പിച്ച ഡൽഹൌസി ഈ രാഷ്ട്രീയ സ്തംഭനാവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. പുറമക്ക് ഇത് വളരെ ഉദാരപൂർവമെന്ന് തോന്നുമെങ്കിലും സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും വൃത്തികെട്ട മുഖം ഇതിന്റെ പിന്നിൽ മറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ സമയത്ത് ബ്രിട്ടനിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ വ്യാവസായികമായി അവിടെ നിർമ്മിക്കപ്പെട്ട ചരക്കുകൾക്കുള്ള വിപണി ഇന്ത്യയിൽ വിപുലീകരിക്കണം. അതിന് ബ്രിട്ടീഷ് ബൂർഷ്വാസി മുതലാളിമാർ ആഗ്രഹിച്ചു. അപ്പൊ പ്രത്യേകമായ ചില സംസ്ഥാനങ്ങൾക്ക് മേൽ ബ്രിട്ടീഷിന്റെ പരമാധികാരം സ്ഥാപിച്ചുകൊണ്ട് ഡൽഹൌസി അവർക്ക് ഈ സഹായഹസ്തം കൊടുത്തു എന്ന് പറഞ്ഞാൽ, അപ്പോ ബ്രിട്ടീഷുകാരന്റെ കോളനിയായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്ത് അവർക്ക് അവരുടെ ചരക്കുകളൊക്കെ വിറ്റഴിക്കാൻ പറ്റും. ബ്രിട്ടീഷ് ചരക്കുകൾ ഈ സംസ്ഥാനങ്ങളിലെ വിപണികളിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പിക്കാനാണ് അദ്ദേഹം ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അവതരിപ്പിച്ചത്. ഇനി അപ്പോ എന്തിനാണ് അദ്ദേഹം ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അവതരിപ്പിക്കുന്നതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് പറഞ്ഞത് ഇവിടെ, അല്ലേ? നോട്ട് ചെയ്യണം. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അവതരിപ്പിക്കുന്നതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇനി വേറൊരു വ്യവസ്ഥ കൂടി ഇതിലുണ്ടായി. ദത്തുപുത്രന്റെ പിന്തുടർച്ച ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ മാത്രമേ നിയമാനുസൃതമാകൂ എന്നും ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വ്യവസ്ഥ ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു രാജാവിന് മക്കളില്ല. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുള്ളത് ഈ രാജാവ് ഒരു ദത്തുപുത്രനെ വളർത്തും, ഒരു പുത്രനെ ദത്തെടുക്കും. പക്ഷെ ഈ വ്യവസ്ഥ പ്രകാരം എന്തായി? ഇനി നിങ്ങൾ ദത്തുപുത്രൻ എടുത്താൽ ഈ രാജാവ് മരിച്ചാൽ ആ ദത്തുപുത്രന് രാജാധികാരം കൊടുക്കണമെങ്കിൽ രാജാധികാരം കൊടുക്കണമെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ മാത്രമേ ഈ ദത്തു സമ്പ്രദായം നിയമാനുസൃതമാകൂ എന്നും പറഞ്ഞു. എങ്ങനെയുണ്ട്? വളരെ ഉഷാറായി അല്ലേ? രാജാക്കന്മാർ അവർക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പുത്രന്മാരെ ദത്തെടുക്കാറുണ്ട്. അങ്ങനെ ദത്തുപുത്രന്മാരെ ഇനി ആ ദത്തുപുത്രനെ മകനായിട്ട് അംഗീകരിക്കപ്പെടണമെങ്കിൽ അതിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അംഗീകാരം വേണം. ഈ കൂട്ടിച്ചേർക്കൽ നയം ഡൽഹൌസി സൃഷ്ടിച്ചതല്ല. പിന്നെ 1834 തന്നെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഈ നിയമം പ്രസ്താവിച്ചിരുന്നു. 1834 ഡൽഹൌസിയുടെ വരുന്ന 48-ലാണ്. 1839 മാണ്ഡവിക്കെതിരെയും 40 കൊളാബ ജലൗൻ, 42 സൂറത്ത് എന്നിവക്കെതിരെയും ഡൽഹൌസി ലാപ്സ് സിദ്ധാന്തം ഉപയോഗിച്ചു. ഇത് ഡൽഹൌസി ഗവർണർ ജനറൽ ആവുന്നതിന് മുമ്പാട്ടോ ഈ സിദ്ധാന്തങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഹിന്ദുക്കളുടെ മതവിശ്വാസങ്ങളോ നിയമങ്ങളോ പരിഗണിക്കാതെ ഡൽഹൌസി ഈ നിയമം ശക്തമായിട്ട് പ്രയോഗിച്ചു. ഇനി നമ്മൾ ഓരോ സാമ്രാജ്യത്തിന്റെയും കൂട്ടിച്ചേർക്കൽ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എങ്ങനെ നടപ്പിലാക്കി എന്ന് പറയാൻ പോണ്. ആദ്യം സത്താര സാമ്രാജ്യത്തിന്റെ കൂട്ടിച്ചേർക്കൽ 1848. 1848 സത്താരയിലെ മറാഠ രാജ്യം ലാപ്സിന്റെ ആദ്യത്തെ ഇരയായി. 48 സത്താര ഭരണാധികാരിയായിരുന്ന അപ്പസാഹിബ് നിയമാനുസൃത അവകാശമില്ലാതെ മരണമടഞ്ഞു, മക്കളില്ലാതെ മരണമടഞ്ഞു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഒരു കുട്ടിയെ ദത്തെടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം കമ്പനിയിൽ നിന്ന്
അനുമതി തേടിയിരുന്നില്ല. ഡൽഹൌസി പ്രഭു ഈ ദത്തെടുക്കൽ അസാധുവാണ് എന്ന് പ്രഖ്യാപിച്ചു, നിയമാനുസൃതമല്ല എന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഈ സംസ്ഥാനം കമ്പനിക്ക് കൈമാറേണ്ടി വന്നു. മാത്രമല്ല, ഈ സത്താരയുടെ ബഹദൂർ ഷായുടെ പിൻഗാമിയോട് 1849 ഡൽഹൌസി ഈ പ്രശസ്തമായ ചെങ്കോട്ടയിൽ നിന്ന് ഒഴിഞ്ഞ് കുത്തബിലെ കൂടുതൽ മിതമായ വാസസ്ഥലത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. അതായത് ഈ സത്താര സാമ്രാജ്യം എന്ന് പറയുന്നത് ബഹദൂർ ഷാ രാജാവിന്റെ കീഴിലായിരുന്നു. അപ്പൊ ബഹദൂർ ഷാ രാജാവിന്റെ പിൻഗാമി ഈ സത്താര സാമ്രാജ്യത്തിലെ ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഡൽഹൌസി സ്വാഭാവികമായിട്ട് സത്താര സാമ്രാജ്യം അദ്ദേഹത്തിന്റെ കമ്പനിയോട് കൂട്ടിച്ചേർത്തപ്പോൾ ബഹദൂർ ഷായുടെ പിൻഗാമിയോട് ചെങ്കോട്ടയിൽ നിന്ന് പോകാൻ പറഞ്ഞു. ആ കുത്തബ് മീനാറിലെ കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ കുറഞ്ഞൊരു വാസസ്ഥലത്തേക്ക് മാറണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് സത്താര എന്ന് പറയുന്ന രാജ്യം ഡൽഹൌസി കമ്പനിയുടെ കൂട്ടിച്ചേർത്തത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം ഡൽഹൌസി ഡോക്ട്രിൻ ഓഫ് ലാപ്സിനെ പറ്റി നമുക്ക് എസ് എഴുതാനുണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ അതിൽ പറയണം. അപ്പോൾ ഡൽഹൌസി ആരാന്ന് എഴുതണം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്താന്ന് എഴുതണം, പിന്നെ ഈ പറഞ്ഞ സംഗതികൾ. ഈ ഓരോന്ന് ഇത് മാത്രമല്ല ഇനി വരുന്നുണ്ട്. സത്താര സാമ്രാജ്യത്തിന്റെ കൂട്ടിച്ചേർക്കൽ, ദെൻ ഝാൻസി എന്ന രാജ്യം പിടിച്ചടക്കൽ. നാട്ടുരാജ്യങ്ങൾ ഏറ്റവും അറിയപ്പെടുന്ന സ്ഥലം എന്ന നിലയിൽ ഝാൻസി വളരെ പ്രശസ്തി നേടി. രാജ ഗംഗാധർ റാവുവിന്റെ വിധവയാണ് റാണി ലക്ഷ്മിബായി. അദ്ദേഹം തന്റെ ദത്തുപുത്രന്റെ മരണശേഷം, രാജഗംഗാധർ റാവുവിന്റെ ദത്തുപുത്രൻ മരിച്ചതിന് ശേഷം ഈ ദത്തുപുത്രന്റെ അദ്ദേഹത്തിന്റെ അവകാശങ്ങൾക്കായി പോരാടി. എന്ന് പറഞ്ഞാൽ ദത്തുപുത്രൻ മരിച്ചു, സ്വാഭാവികമായിട്ട് ഇനി രാജ്യത്തിന്റെ ഭരണാധികാരി റാണി ലക്ഷ്മിബായി ആവണം, അല്ലെങ്കിൽ ദത്തുപുത്രന്റെ മകനാകണം. പക്ഷെ ദത്തുപുത്രനെ എടുക്കുന്ന സമയത്ത് കമ്പനിയോട് അനുവാദം ചോദിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കമ്പനി ആ രാജ്യം പിടിച്ചെടുക്കണം. തന്റെ ഈ അവകാശം നേടിയെടുക്കാൻ അവർ ധാരാളം ആവർത്തിച്ച് ശ്രമിച്ചെങ്കിലും അതിലൊക്കെ പരാജയപ്പെട്ടു. ഈ അവകാശത്തിന്റെ പേരിൽ അദ്ദേഹം 1857 റാണി ലക്ഷ്മിബായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപം നടത്തി. പക്ഷെ അത് പരാജയപ്പെട്ടു പോയി. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ റാണി ലക്ഷ്മിബായി വളരെയധികം സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. അതേപോലെ ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട അടുത്ത ചില പ്രദേശങ്ങൾ ജയ്പൂർ, സംബൽപൂർ, അത് 49 അത് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഭാഗത്, കൊല്ലം പ്രധാനമല്ല, സ്ഥലം പ്രധാനമാണ്. ഉദയ്പൂർ, അതുപോലെ ഝാൻസി, നാഗ്പൂർ എന്നിവയാണ് വീഴ്ചയുടെ അടുത്ത ഇരകൾ. കാനിങ് പ്രഭു ഈ ഭാഗത്തിന്റെയും ഉദയ്പൂരിന്റെയും കൂട്ടിച്ചേർക്കലുകൾ പിന്നീട് റദ്ദാക്കി. അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ചെറിയ രജപുത്ര രാജ്യമായ കരൗലി ഏറ്റെടുക്കാനുള്ള ആശയം ആഭ്യന്തര സർക്കാർ നിരസിച്ചു. ഒരു രജപുത്ര രാജ്യമായിരുന്നു കരൗലി. അതും ഈ കൂട്ടിച്ചേർക്കൽ നയത്തോട് സ്വീകരിച്ചതാണ്. അത് വേണ്ട, നിങ്ങൾ തന്നെ ഭരിച്ചോളൂ, ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ രാജ്യത്തിലെ രാജാവ് പറഞ്ഞു, ഞാനും അത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു, അത് ഒഴിവാക്കി. ഇതൊക്കെ ഇവർ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഭാഗത്തും അതുപോലെ ഉദയ്പൂറും കരൗലിയും കൂട്ടിച്ചേർക്കൽ നയത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അത് സംരക്ഷിത സഖ്യകക്ഷിയാണ്, അത് ആശ്രിതരല്ല എന്ന കാരണം കൊണ്ടാണ്. അവരെ നമ്മുടെയുമായിട്ടൊരു ഉടമ്പടിയുണ്ട്, ആ സഖ്യകക്ഷി ഉടമ്പടി പ്രകാരം നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടവരാണ് എന്നുള്ളത് കൊണ്ടാണ് ഭാഗത്തിനെയും ഉദയ്പൂറിനെയും കരൗലിയെയും കൂട്ടിച്ചേർക്കൽ നയത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതായത് ഇതിൽ അറിയേണ്ട സംഗതികൾ, ഈ രാജ ഗംഗാധർ റാവുവിന്റെ വിധവ റാണി ലക്ഷ്മിബായി ദത്തുപുത്രന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി എന്നതും ആ യുദ്ധങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്നതും, ഏതൊക്കെ പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാർ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വഴി അടുത്തത് ഏറ്റെടുത്തത്, അതിൽ ഏതെല്ലാം തിരിച്ചു കൊടുത്തു, ആ തിരിച്ചു കൊടുത്തത് ഏത് കാരണം കൊണ്ടാണ്, സംരക്ഷിത സഖ്യകക്ഷിയാണ്, ആശ്രിതരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ കരൗലിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഒരു പ്രദേശം കൂടി പറയാം. അവധ് എന്ന് പറയുന്ന പ്രദേശം കൂട്ടിച്ചേർത്തു 1956. ബക്സർ യുദ്ധം മുതൽ, ബക്സൂർ അല്ല ബക്സർ. എന്താണ് ബക്സർ യുദ്ധം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവധിലെ നവാബായ നവാബ് വാജിദ് അലി ഷാ
ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്നു. വർഷങ്ങളായി ഈ വാജിദ് അലി ഷാ ബ്രിട്ടീഷുകാരോട് അങ്ങേയറ്റം വിശ്വസ്തത കാണിച്ചു. ഈ അവധിയിലെ നവാബിന് ധാരാളം അവകാശികൾ ഉണ്ടായിരുന്ന കാരണത്താൽ അവിടെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന സിദ്ധാന്തം നടപ്പിലായില്ല. പക്ഷെ ഈ അവധ് കമ്പനിയുടെ കൂടെ ചേർക്കണം എന്ന് ഡൽഹൌസിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒടുവില് തന്റെ സംസ്ഥാനത്തെ മോശമായി ഭരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് മോശം ഭരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടും പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ കാലതാമസം വരുത്തി എന്നും ആരോപിച്ചുകൊണ്ട് 1856 ഡൽഹൌസി അവധ് പിടിച്ചെടുത്തു. ഇപ്പോൾ ഡോക്ട്രിൻ ഓഫ് ലാബ്സിന്റെ വേറെ ഒരു മുഖമാണത്. അവധ് കമ്പനി പിടിച്ചെടുക്കുന്നതിനെതിരെ ശക്തമായ എതിർപ്പ് വന്നു. കമ്പനിയുടെ സൈന്യം അതിന്റെ ഫലമായി കലാപം തന്നെ നേരിടേണ്ടി വന്നു. തൽഫലമായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾ കംപ്ലീറ്റ് പരിഭ്രാന്തി. ഇനി എന്തുണ്ടാവും അറിയില്ല. അവധിപ്പോ യുദ്ധം പ്രഖ്യാപിച്ച അവിടെ കലാപങ്ങളായി സ്വാഭാവികമായിട്ടും മറ്റു സംസ്ഥാനങ്ങളിലേക്ക്, സ്റ്റേറ്റുകളിലേക്ക് കമ്പനി അടിച്ചു കയറാൻ സാധ്യതയുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരായ പ്രക്ഷോഭത്തിൽ, അഥവാ 1857 പ്രക്ഷോഭത്തിൽ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ, പ്രത്യേകിച്ച് അത് ഇരയാക്കിയ സംസ്ഥാനങ്ങളിൽ, നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഈ ലാപ്സ് സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു പരിപാടി ലാപ്സ് സിദ്ധാന്തമാണ്. 1857 ആ സംസ്ഥാനങ്ങളിലെ പൗരന്മാരും സൈനികരും അട്ടിമറിക്കപ്പെട്ട ഭരണാധികാരികളും ഒത്തുചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്ന് വ്യക്തമായി. അല്ലാതെ മറ്റത് ഒരു പെട്ടെന്നുണ്ടായ ഒരു കാരണം മാത്രമാണ്. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അതോടെ കാനിങ് പ്രഭുവിന്റെ വൈസ്രോയിയുടെ കീഴില് ക്രൗണിന്റെ ഭരണം സ്ഥാപിതമായപ്പോൾ, എന്ന് പറഞ്ഞാൽ പിന്നെ 1857 വിപ്ലവം കഴിഞ്ഞു. പിന്നെ വിക്ടോറിയ രാജ്ഞി നേരിട്ട് ഭരണം ഏറ്റെടുത്തു. അപ്പൊ വിക്ടോറിയ രാജ്ഞിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി പ്രശ്നം എന്താണ്, ഈ ദത്തെടുക്കൽ നിയമവിധേയമാവാത്തത് കൊണ്ടും ഉണ്ട്. ഈ ലാപ്സ് സിദ്ധാന്തം നടപ്പിലാക്കിയല്ലോ, അത് വലിയൊരു ഇഷ്യൂ ആണെന്ന് മനസ്സിലായി. അതോടുകൂടെ ക്രൗണ് അഥവാ വിക്ടോറിയ രാജ്ഞി ദത്തെടുക്കൽ നിയമവിധേയമാക്കി. ആര് ഏത് ദത്തെടുത്താലും അതിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകാരം വേണമെന്നൊന്നുമില്ല, ദത്തെടുത്താൽ നിയമവിധേയമാണ് എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ആ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠം നമുക്ക് എടുക്കും.